കർത്താവിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ടുഗദർ വിത്ത് ജീസസ് എന്ന ഈ പ്രോഗ്രാമിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഈ പ്രഭാതത്തിൽ എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും സ്വാഗതം ചെയ്യുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട പുതിയ ദിവസത്തിനായിട്ട് ഞാൻ കർത്താവിനെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുകയാണ്. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനം ഓരോരുത്തരെയും അറിയിക്കുന്നു. നമ്മളെ കർത്താവ് നടത്തുന്ന ഓരോ ദിവസത്തിനായിട്ട് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. നിങ്ങളെ ദിനങ്ങളെ എണ്ണാൻ പഠിപ്പിക്കണമേ എന്ന് സങ്കീർത്തനക്കാരൻ പറയുന്ന പോലെ പ്ലീസ് ഇന്നത്തെ ദിവസം, ദിസ് ഡേ ഇസ് മെയ്ഡ് ബൈ ദ ലോർഡ്. ഈ ദിവസം കർത്താവ് ഉണ്ടാക്കിയ ദിവസമാണ്. അങ്ങനെയാണെങ്കിൽ എനിക്ക് വേണ്ടത് മുഴുവൻ എൻ്റെ കർത്താവ് ഈ ദിവസം എനിക്ക് വേണ്ടി ഒരുക്കിയിട്ടുണ്ട്. സോ ഇന്ന് പകൽ ഒന്ന് വിശ്വസിച്ച് ആ കടന്നു പോകുന്ന ഏത് സാഹചര്യങ്ങളിലാണെങ്കിലും എൻ്റെ കർത്താവിൻ്റെ കരം അവിടെ ഇറങ്ങി വരും എന്നൊരു വ്യക്തി വിശ്വസിച്ചാൽ പ്ലീസ് ഞാനൊരു കാര്യം പറയാം. ബിലീവ് ഇൻ ദ അൺബിലീവബിൾ. നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ നിങ്ങൾ വിശ്വസിച്ച് ആൻഡ് യു വിൽ റിസീവ് ദ ഇമ്പോസിബിൾ. എത്ര വലിയ അസാധ്യമാണോ ആ അസാധ്യം നിങ്ങൾ മറികടക്കുന്നത്, അത് ജീവിതത്തിൽ വന്ന് ചേരുന്നത് കാണാം. പ്രൈസ് ലോർഡ്. ഏത് സാഹചര്യമാണെങ്കിലും കടന്ന് ഒന്ന് വിശ്വസിച്ച് നോക്ക്. കർത്താവ് ഉയർത്തെഴുന്നേറ്റ് യേശുക്രിസ്തു ശിഷ്യന്മാരുടെ അടുത്ത് വരുമ്പോൾ പ്രീസ് അവരുടെ ഹൃദയ കാഠിന്യത്തെ കർത്താവ് ശാസിക്കുകയാണ്. അവർക്ക് വിശ്വസിക്കാൻ പറ്റാഞ്ഞതിൽ കർത്താവ് ശാസിക്കുകയാണ്. കർത്താവ് താൻ ജീവനോടെ ഇരിക്കുമ്പോൾ തന്നെ പല പ്രാവശ്യം കർത്താവ് അവരോട് സംസാരിച്ചു. പരീശന്മാര് എന്നെ പിടിക്കും, അവർ കൊന്നുകളയും, എന്നാൽ ഞാൻ 3-ാം ദിവസം മരണത്തിൽ നിന്ന് ഉയർത്തെഴുന്നേൽക്കും. നമ്മൾ അങ്ങനെ ഒരു മെസ്സേജ് ശരിക്കും നമ്മൾ അത് വിശ്വസിച്ചിരുന്നെങ്കിൽ എന്നായിരുന്നു, 3-ാം നാൾ രാവിലെ കല്ലറയുടെ വാതുക്കെ പോയി നിന്നേനെ അല്ലേ? നമുക്ക് ശരിക്കും അത് വിശ്വസിക്കുന്ന ഒരു വ്യക്തിക്ക് നമുക്ക് കാണാം. ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ ആ മാർത്തയും മറിയും ഒക്കെ അവിടെ കല്ലറയിൽ പോയി. പക്ഷെ അത് അവരുടെ കയ്യിലിരുന്ന് അവർക്ക് വിശ്വസിച്ചുകൊണ്ടല്ല പോയത്. അവര് ചിന്തിച്ചുകൊണ്ട് പോയത് കല്ലാരും ഉരുട്ടി മാറ്റും, എങ്ങനെ ഞങ്ങൾ അകത്ത് കടന്ന് കർത്താവിന്റെ ശരീരത്തിൽ അവരൊരുക്കി വെച്ചിരുന്ന ഈ സുഗന്ധ തൈലങ്ങൾ എങ്ങനെ പൂശും. അതൊക്കെയായിരുന്നു വാസ്തവത്തിൽ അവരുടെ ചിന്ത. ദി കുഡിൻ ബിലീവ്. എന്നാൽ അവിടെ ഒരു ദൂതൻ ഇരുന്ന് വിളിച്ചു പറഞ്ഞൊരു വാക്കുണ്ട്, നിങ്ങൾ ജീവനോടെ ഇരിക്കുന്നവരെ മരിച്ചവരുടെ ഇടയിൽ അന്വേഷിക്കുന്നത് അല്ലേ? നിങ്ങൾ ഇത് വിശ്വസിച്ചില്ലേ? അവൻ ജീവനോടെ ഇരുന്നപ്പം തന്നെ പറഞ്ഞിട്ടില്ലേ പ്രൈസ് അവൻ ഉയർത്തെഴുന്നേൽക്കുമെന്ന് പറഞ്ഞിട്ടില്ലേ? അതുപോലെ തന്നെ എൻ്റെ കർത്താവ് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ബിക്കംസ് ദ റൂൾ. അവന്റെ വാഗ്ദത്തങ്ങൾ എത്രയുണ്ടെങ്കിലും ക്രിസ്തുവിൽ ആമീനാണ്. എന്നെ കൈവിടത്തില്ല എന്ന് കർത്താവ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം കൈവിടത്തില്ല എന്നുള്ള. സ്റ്റാർട്ട് സ്പീക്കിംഗ് യുവർ ഫെയ്ത്ത്. നിങ്ങളുടെ വിശ്വാസം വിളിച്ചു പറയാൻ തുടങ്ങി, നിങ്ങളുടെ വിശ്വാസം കാണാൻ തുടങ്ങി. നമ്മുടെ മുമ്പിൽ പ്രൈസ് ഈ നമ്മുടെ വിശ്വാസത്തെക്കുറിച്ച് പറയുമ്പോൾ എബ്രായ ലേഖനം അതിന്റെ 11-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നത് വിശ്വാസം എന്നതോ കാണാത്ത കാര്യത്തിന്റെ നിശ്ചയമാണ് അല്ലേ? ആശിക്കുന്നതിന്റെ ഉറപ്പും കാണാത്ത കാര്യത്തിന്റെ നിശ്ചയവുമാണ്. ഞാൻ കണ്ടിട്ടില്ല ചില കാര്യങ്ങളൊക്കെ, ഞാൻ കർത്താവിനോട് ചോദിച്ചു, ചില കാര്യങ്ങളൊക്കെ ആഗ്രഹിച്ചു, അതിന്റെ വിടുതൽ ഞാൻ കണ്ടിട്ടില്ല. ബട്ട് ഐ ബിലീവ്. നോക്ക് പ്രൈസ്, ബിലീവ്. ആരോടോ ഇന്ന് പ്രഭാതത്തിൽ പറയുക, ബിലീവ് ഇൻ ദ അൺബിലീവബിൾ ആൻഡ് യു വിൽ റിസീവ് ദ ഇമ്പോസിബിൾ. നിങ്ങൾക്ക് ഒരു സാധ്യതയുമില്ലാത്തത് നിങ്ങളുടെ ജീവിതത്തിലേക്ക് വന്ന് ചേരുന്നത് കാണാം. ഈ വിശ്വാസം എന്ന് പറയുന്നതാണ് ഏറ്റവും പവർഫുൾ വേർഡ്. ഇന്നലെ നമ്മൾ ചിന്തിച്ച ഒരു കാര്യം, വിശ്വാസം എന്ന് പറയുന്നത് ഫെയ്ത്ത് ഇസ് ഫോർഗീവിംഗ് എന്നാണ് ഇന്നലെ ചിന്തിച്ചത്. നമ്മൾ വിശ്വസിക്കുന്നെങ്കിൽ പ്രൈസ് ഒരിക്കലും കർത്താവ് നമ്മളെ താക്കത്തില്ല എന്ന ബോധ്യം ഉറപ്പും ഉണ്ടെങ്കിൽ പ്ലീസ് എന്നാ പാട്, മറ്റുള്ളവരോട് ക്ഷമിക്കാൻ നമുക്ക് എന്നാ പാട്, വിട്ടുകൊടുക്കാൻ എന്നാ പാട്. പ്ലീസ് പലപ്പോഴും നമ്മൾ വിട്ടുകൊടുക്കാത്ത നമ്മൾ ചെറുതായി പോകുമെന്ന് വിചാരിക്കുന്നതുകൊണ്ടല്ലേ, ഒരു മറ്റുള്ളവരോട് ഒരു സോറി പറയാനുള്ള ബുദ്ധിമുട്ട് പ്ലീസ് അവിടെ ഞാൻ താന്നു പോകും എന്നൊരു ചിന്ത നമ്മുടെ ഉള്ളിൽ വരുന്നത് കൊണ്ടല്ലേ. നോക്ക്, വിട്ടുകൊടുക്കലാണ് ഈ ദൈവരാജ്യത്തിൽ ഏറ്റവും വലുത്. വിട്ടുകൊടുക്കലാണ്. ജസ്റ്റ് ബിലീവ്. കർത്താവ് പറഞ്ഞിരിക്കുന്ന ഓരോ വാക്കും നിങ്ങൾ അതുപോലെ ഒന്ന് വിശ്വസിച്ച്, അതുപോലെ ഒന്ന് റിസീവ് ചെയ്ത്, ആൻഡ് യു വിൽ സീ ദ പവർ ബിഹൈൻഡ് ദറ്റ് വേർഡ്. ആ വചനം നമ്മൾ പലപ്പോഴും ഈ വചനം നമ്മൾ വായിച്ചു പോകും, ആൻഡ് നമ്മൾ അത് വിശ്വസിക്കുന്നില്ലെന്നൊന്നല്ല, വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ ടു വാട്ട് എക്സ്റ്റെൻഡ് ഐ ബിലീവ്. നോക്ക്, അത് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വിട്ടുകൊടുക്കും, വിശ്വസിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ ക്ഷമിക്കും. വിശ്വാസം ഒന്ന്, ഫെയ്ത്ത് സ്പീക്സ്.
വിശ്വാസം സംസാരിക്കുന്നതാണ്. അതാണ് നമ്മൾ ഉൽപ്പത്തി പുസ്തകം 1-ാം അധ്യായത്തിൽ എല്ലാം ഭൂമി പാഴും ശൂന്യവുമായിരുന്നു, അന്ധകാരം പിടിച്ച ഭൂമിയുടെ മേൽ ദൈവം എന്ത് ചെയ്തു? ഗോഡ് സ്റ്റാർട്ടഡ് സ്പീക്കിംഗ്. വെളിച്ചം ഉണ്ടാകട്ടെ, താൻ കാണാൻ ആഗ്രഹിച്ചത് ഞാൻ സംസാരിച്ചു. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരോട് പറയാം, നിങ്ങൾ കാണാൻ എന്താണോ ആഗ്രഹിക്കുന്നത് അത് നിങ്ങളൊന്ന് സംസാരിച്ചു തുടങ്ങി. സ്റ്റാർട്ട് സ്പീക്കിംഗ് ഇറ്റ് ഔട്ട്, സ്റ്റാർട്ട് സേയിങ് ഇറ്റ്. നോക്ക്, വിശ്വാസം അതുപോലെ തന്നെയാണ്. വിശ്വാസം ഈ ലഭിക്കുന്നതിന് മുമ്പ് കാണുന്നതാണ്. ലഭിക്കുന്നതിന് മുമ്പ് എനിക്കത് കാണാൻ പറ്റും. ചില കാര്യങ്ങൾ അതല്ലേ നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ ലഭിച്ചു എന്ന് വിശ്വസിച്ച് നോക്ക്. ബിലീവ് ദാറ്റ് യു ഹാവ് റിസീവ്ഡ് ഇറ്റ്. ഞാൻ പലപ്പോഴും പറയുന്ന ഒരു ടാഗ് ലൈൻ പോലെ ഒരു കാര്യം പറയും, എ ബിലീവർ ഈസ് ഓൾവേസ് എ റിസീവർ. നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടോ അത് ലഭിക്കും. പ്രൈസ്. വിശ്വസിച്ചിട്ടുണ്ടോ കർത്താവ് അത് ചേർക്കും. ഈ നമ്മുടെ ഉള്ളിലൊക്കെ വരുന്ന ഈ അവിശ്വാസത്തെ പൊട്ടിച്ചു കളയാൻ ഒറ്റ മാർഗമേ ഉള്ളൂ. പ്രൈസ്. ഗോ ഡീപ്പ് ഇൻ ടു ദ വേർഡ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ വചനമായിരിക്കണം. ദാറ്റ് ഷുഡ് ദ ഫസ്റ്റ് തിങ് ദാറ്റ് ഷുഡ് പോപ്പ് ഔട്ട് ഓഫ് മീ. എന്റെയും നിങ്ങളുടെയും ഉള്ളിൽ നിന്ന് വെളിയിൽ വരേണ്ടത് ദൈവത്തിന്റെ വചനമായിരിക്കണം. ഏത് കാര്യം സംസാരിച്ചാലും ഒത്തിരി കാര്യങ്ങൾ നമ്മൾ കേൾക്കുന്ന ഒത്തിരി നെഗറ്റീവ് വേർഡ്സ് ഉണ്ട്, നമ്മൾ കാണുന്ന ഒത്തിരി കാര്യങ്ങളുണ്ട്. പ്രൈസ്. എന്നാൽ ഈ കാണുന്നതിനേക്കാളും കേൾക്കുന്നതിനെക്കാട്ടിലും നിങ്ങൾ വിശ്വസിക്കേണ്ടത് കർത്താവിന്റെ വചനം. ആ കർത്താവിന്റെ വചനം എങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഇറ്റ് ഈസ് മൈ റിലേഷൻ, എന്റെ ബന്ധമാണ്, എന്റെ യേശുക്രിസ്തുവുമായിട്ടുള്ള ബന്ധമാണ്. നിങ്ങൾ ദൈവവചനമൊക്കെ വായിക്കുമ്പോൾ, ബൈബിളൊക്കെ വായിക്കുമ്പം നിങ്ങളുടെ മുമ്പിൽ കർത്താവ് നിന്ന് നിങ്ങളോട് സംസാരിക്കുന്നത് പോലെ വേണം ഇത് വായിക്കാൻ. പ്ലീസ്. ഒരാൾ നിങ്ങളോട് പറയുകയാണ് കൈവിടത്തില്ല, ഞാൻ കൂടെയുണ്ട്, ഞാൻ ലോകാവസാനത്തോളം കൂടെയുണ്ട്, മുമ്പോട്ട് ധൈര്യമായിട്ടിരിക്കുക, ഭയപ്പെടേണ്ട എന്ന് എൻ്റെ കർത്താവ് എൻ്റെ മുമ്പിൽ നിന്ന് സംസാരിക്കുന്നത് പോലെ അതിനെ റിസീവ് ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഏത് സാഹചര്യം വരുമ്പോഴും ഒരു ദൈവവൈതലിന്റെ ജീവിതത്തിൽ നിന്ന് ആദ്യം പുറപ്പെട്ടു വരുന്ന വാക്ക് വിശ്വാസത്തിന്റെ വാക്കുകളായിരിക്കും. ഫെയ്ത്ത് വിൽ സ്പീക്ക്. നിങ്ങളുടെ വിശ്വാസമായിരിക്കും നിങ്ങൾ വിളിച്ചു പറയുന്നത്. നോക്ക് ഉയർത്തെഴുന്നേറ്റ കർത്താവ് ശിഷ്യന്മാരുടെ അടുത്ത് വരുമ്പം തോമസ് അവിടെ ഇല്ലായിരുന്നു, അല്ലെ? തോമസ് എവിടെയോ പോയിരിക്കുമായിരുന്നു. തോമസ് മടങ്ങി വന്നപ്പം പത്രോസും യോഹന്നാനും ബാക്കി എല്ലാവരും കൂടെ പറഞ്ഞു, ഇല്ല, നോക്ക്, യേശു ഉയർത്തെഴുന്നേറ്റു, യേശു നമ്മുടെ അടുത്ത് വന്നിരുന്നു, ഈ മുറിക്കകത്തോട്ട് യേശു ഇറങ്ങി വന്നിരുന്നു എന്ന് പറയുമ്പോൾ തോമസ് പറയും, ഞാൻ അവനെ തൊട്ടിട്ടല്ലാതെ ഞാൻ വിശ്വസിക്കത്തില്ല, ഞാൻ അവന്റെ ആണിപ്പാടിൽ കൈയിട്ടിട്ടല്ലാതെ വിശ്വസിക്കത്തില്ല. ഞാൻ ഇന്നത്തെ ചിന്തയ്ക്കായിട്ട് യോഹന്നാന്റെ സുവിശേഷം അതിന്റെ 20-ാം അധ്യായം അതിന്റെ 29-ാമത്തെ വാക്യം വായിക്കുവാൻ കർത്താവിൽ ശരണപ്പെടുകയാണ്. യേശു അവനോട്, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു, എന്നാൽ കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ എന്ന് പറഞ്ഞു. യേശു പറയാൻ, നീ എന്നെ കണ്ടതുകൊണ്ട് വിശ്വസിച്ചു. പ്രൈസ്. നോക്ക്, യേശു വന്നപ്പം തോമസ് അവിടെ ഇല്ലായിരുന്നു, തോമസിന് വിശ്വസിക്കാൻ പറ്റിയില്ല. എന്നാൽ യേശു പിന്നെയും തോമസിനെ മാത്രം കാണാൻ വേണ്ടി വീണ്ടും കർത്താവ് വന്നു. നിങ്ങൾക്ക് വേണ്ടി മാത്രം കർത്താവ് ഇറങ്ങി വരും, നിങ്ങൾക്ക് വേണ്ടി മാത്രം കർത്താവ് ചില വഴികൾ തുറക്കും. നിങ്ങൾ നോക്ക്, കർത്താവിന് ഏറ്റവും പ്രഷ്യസ് ആയിട്ടുള്ള വ്യക്തിയാണ് നിങ്ങൾ. പ്രൈസ്. ജസ്റ്റ് ബിലീവ്. കർത്താവ് എന്നെ നിങ്ങളെ തെരഞ്ഞെടുത്ത് കർത്താവിന്റെ രാജ്യത്തിൽ അവനോടുകൂടെ സ്വർഗീയ തലങ്ങളിൽ ഇരുത്തിയിരിക്കുന്നെങ്കിൽ എന്റെ വേദന എന്ന് പറയുന്നത് കർത്താവിന്റെ വേദനയാണ്. എന്റെ ജീവിതത്തിൽ വരുന്ന ദുഃഖങ്ങൾ കർത്താവിന്റെ ദുഃഖമാണ്, എന്റെ സന്തോഷം കർത്താവിന്റെ സന്തോഷമാണ്, എന്റെ സമാധാനം ദൈവം തന്ന സമാധാനമാണ്. പ്രൈസ് ദി ലോർഡ്. നോക്ക്, ആ തോമസിനെ കാണാൻ വേണ്ടി മാത്രം യേശു അവിടെ കടന്നു വന്നിട്ട് പറയുകയാണ്, നീ കണ്ടതുകൊണ്ടാണ് നീ വിശ്വസിച്ചത്. എന്നാൽ കർത്താവ് പറഞ്ഞൊരു വാക്കുണ്ട്, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. എത്ര വലിയ ഭാഗ്യമാണ്. നമ്മൾ യെരുശലേമിൽ പോയിട്ടില്ല, നമ്മൾ വേറൊരു സീസണിലാണ് ജീവിച്ചത്. എന്നാൽ കേട്ടവർ നമ്മളോട് അറിയിച്ച് തന്നത്, പ്രൈസ് ദി ലോർഡ്, വിശ്വസിക്കാനുള്ള ഭാഗ്യം കർത്താവ് എനിക്കും നിങ്ങൾക്കും തന്നു. പ്രൈസ്. യേശു ഉയർത്തെഴുന്നേറ്റ് ജീവി നമ്മൾ കണ്ടില്ല. നമ്മൾ അധികാലത്തെ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാൾ മാർത്തയുടെയും മറിയുടെയും ഒക്കെ മറിയയുടെയും മഗ്ദലനക്കാരി മറിയയുടെയും ജോഹന്നായുടെയും ഒക്കെ കൂടെ നമ്മൾ ആ കല്ലറയുടെ വാതുക്കൽ നമ്മൾ പോയില്ല, യേശുവിനെ നമ്മൾ കണ്ടില്ല. പ്രൈസ്. എങ്കിലും നമ്മൾ വിശ്വസിക്കുകയാണ്, ഗോഡ് ഈസ് ഇൻ കൺട്രോൾ. എന്റെ കർത്താവാണ് എന്നെ തെരഞ്ഞെടുത്തത്, എന്റെ കർത്താവാണ് എന്നെ രക്ഷിച്ചത്, എന്റെ പാപത്തെ മുഴുവൻ
സകലത്തെയും കർത്താവ് മായ്ച്ചു കളഞ്ഞു. ഇന്ന് എന്നെ ഒരു പുതിയ സൃഷ്ടിയാക്കി. പ്രൈസ് നോക്ക്, എന്നെ ചേർക്കാൻ വീണ്ടും വരുന്നു, എനിക്ക് വേണ്ടി വീടൊരുക്കാൻ കർത്താവ് പോയിരിക്കുന്നു. അങ്ങനെ ഇത്രയുമൊക്കെ നമുക്ക് കാണാത്ത കാര്യങ്ങൾ വിശ്വസിക്കാൻ പറ്റുമെങ്കിൽ ഈ ലോകത്ത് എന്നെയും നിങ്ങളെയും ജയകരമായിട്ട് നടത്തുമെന്ന് വിശ്വസിക്കാൻ മേലെ. സ്റ്റാർട്ട് സ്പീക്കിംഗ് ഫെയ്ത്ത്. ഇന്നലെ നമ്മൾ ചിന്തിച്ച ആ ഭാഗം വിശ്വാസം ഫോർഗിവിംഗ് ആണ്. നോക്ക്, അത് നമ്മൾ വായിച്ചത് മർക്കോസിന്റെ സുവിശേഷം അതിന്റെ 11-ാമത്തെ വാക്യത്തിൽ നിന്നാണ്. നിങ്ങൾ പ്രാർത്ഥിക്കാൻ നിൽക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതുമുണ്ടെങ്കിൽ ക്ഷമിപ്പീൻ. അതിന്റെ തൊട്ടു മുമ്പ് വിശ്വാസത്തെക്കുറിച്ചാണ് പ്രാർത്ഥന. അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ യാചിക്കുന്നൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പീൻ, എന്നാൽ അത് നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗസ്ഥനായ പിതാവ് നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ പിഴകളെ ക്ഷമിക്കേണ്ടതിന് നിങ്ങൾക്ക് ആരോടെങ്കിലും വല്ലതും ഉണ്ടെങ്കിൽ നോക്ക്, വിശ്വാസത്തെക്കുറിച്ച് പറഞ്ഞ് പ്രൈസ് നോക്ക്, കർത്താവ് പറയുകയാണ്, ക്ഷമയെക്കുറിച്ച് പറയുകയാണ്. ഇന്ന് പകൽ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് പ്രൈസ് നോക്ക്, വിശ്വാസം സംസാരിക്കാൻ തുടങ്ങണം. വിശ്വാസം കിട്ടിയിട്ട് വിശ്വസിക്കുകയല്ല, കർത്താവ് പറഞ്ഞ ആ വാക്ക്, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. ഞാൻ ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടോ കർത്താവ് എനിക്ക് തരും, ഇതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ടോ ഞാൻ ലജ്ജിക്കത്തില്ല, എൻ്റെ വീട് ലജ്ജിക്കത്തില്ല, എൻ്റെ കുടുംബം ലജ്ജിച്ചു പോകത്തില്ല, എൻ്റെ കുഞ്ഞുങ്ങൾ ലജ്ജിച്ചു പോകത്തില്ല. ചിലപ്പം ഇതിൻ്റെ അകത്ത് എഴുതിയിരിക്കുന്നതിന് വിപരീതമായ ചില കാര്യങ്ങളായിരിക്കും എൻ്റെ ജീവിതത്തിൽ നടക്കുന്നത്. ബട്ട് ഐ ബിലീവ് and so I will receive the impossible. ഈ ദൈവവചനത്തിലൊക്കെ ഒരു സാധ്യതയുമില്ലാത്ത കാര്യം പറയുന്നുണ്ട്. യേശു ഒരിക്കൽ യായിറോസിന്റെ വീട്ടിലോട്ട് പോവുക. യായിറോസിന്റെ കുഞ്ഞ് മരിച്ചുപോയി, അല്ലെ? യായിറോസിന്റെ കുഞ്ഞ് മരിച്ചു. കർത്താവ് വീട്ടിലോട്ട് പോവുകയാണ്. യായിറോസ് വന്ന് പറയുകയാണ്, എൻ്റെ കുഞ്ഞ് വളരെ സീരിയസ് ആയിട്ടിരിക്കുന്നു, നീ വീട്ടിൽ വന്ന് ആ കുഞ്ഞിനെ സൗഖ്യമാണ്. യായിറോസിന്റെ കൂടെ കർത്താവ് എഴുന്നേറ്റ് എൻ്റെ വീട്ടിലോട്ട് പോകുന്ന വഴിയിൽ രക്തസ്രവക്കാരി സ്ത്രീ സൗഖ്യമാകുന്നു. അവിടെയൊക്കെ സാക്ഷ്യം പറയാൻ കർത്താവ് അല്പസമയം എടുത്തു. ആ സമയത്ത് വീട്ടിൽ നിന്നൊരു ന്യൂസ് വരികയാണ്, ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തേണ്ട കാര്യമില്ല, ബാല എന്ത് ചെയ്തു, മരിച്ചുപോയി. ഇനി അത് പറഞ്ഞാൽ ഈ ലോകപ്രകാരം നോക്കിയാൽ സാധ്യതകൾ തീർന്നു, ലോകപ്രകാരം നോക്കിയാൽ എല്ലാം അസ്തമിച്ചു, ലോകപ്രകാരം നോക്കിയാൽ ഇനിയും രക്ഷയില്ല. ഇനിയും അടുത്ത ചോദ്യം, നമ്മൾ ആദ്യത്തെ ചോദ്യം ചോദിക്കുന്ന അടക്കം എപ്പോഴാണ്, അല്ലേ? മോർച്ചറി വെക്കുന്നുണ്ടോ? അടക്കം എപ്പോഴാണ്? അപ്പം ഈ നോക്ക്, അവിടെ നടക്കുന്ന പാനിക്ക് കണ്ടപ്പം കർത്താവിന് കാര്യം പിടികിട്ടി. കർത്താവ് ഒറ്റ കാര്യം പറഞ്ഞുള്ളൂ. നോക്ക്, കർത്താവ് അവിടെ ആ വാർത്ത കർത്താവിന്റെ ചെവിയിലെത്തി. കർത്താവ് പറഞ്ഞു, കർത്താവ് ആ വാക്ക് കാര്യമാക്കാതെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ആ കർത്താവ് അതിനെ ഇഗ്നോർ ചെയ്ത് കളഞ്ഞു. അങ്ങനെയാണെങ്കിൽ നമ്മുടെ പ്രതിസന്ധികളെ ദൈവമക്കളെ ഇഗ്നോർ ചെയ്ത് കളയണം, അതിനെ കാര്യമാക്കരുത്. കർത്താവ് അതിനെ കാര്യമാക്കാതെ ആ യായിറോസിനോട് പറയുന്ന ഒരു കാര്യമുണ്ട്, വിശ്വസിക്കാൻ മാത്രം ചെയ്യില്ലേ, just believe and you will see the impossible. വിശ്വസിച്ചാൽ മതി, അതിന്റെ അകത്ത് കടന്നൊന്ന് വിശ്വസിച്ചാൽ മതി. അതിന്റെ അകത്ത് എനിക്ക് ചെയ്യാൻ പറ്റും. വൈ ഡോണ്ട് യു ബിലീവ് മീ? നീ എന്നെ അവിടെ വന്ന് വിളിച്ചോണ്ട് നീ പോകുന്നതല്ലേ വീട്ടിലോട്ട്? നിനക്കിതൊന്ന് വിശ്വസിക്കാൻ മേലെ. ഇപ്പൊ ഈ പലപ്പോഴും സാഹചര്യം ഹാർഡാവുമ്പോഴാണ് നമുക്ക് വിശ്വസിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ട്. അവിടെ നോക്ക്, ആ കർത്താവിന്റെ വചനത്തിലോട്ട് ആ ആഴ്ന്നൊന്ന് ഇറങ്ങാൻ തുടങ്ങിക്കേ. അത് അപ്പോസ്തലനായ പൗലോസ് എഫെസ്യ ലേഖനത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ അതിന് 1-ാം അധ്യായം അതിന്റെ 18-ാം വാക്യത്തിൽ എഫെസ്യ ലേഖനത്തിൽ പൗലോസ് പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. അവന്റെ വിളിയാലുള്ള ആശ ഇന്നതെന്നും വിശുദ്ധന്മാരിൽ അവന്റെ അവകാശത്തിന്റെ മഹിമാധനം ഇന്നതെന്നും അവന്റെ ബലത്തിന്റെ വല്ലഭത്വത്തിന്റെ വ്യാപാരത്താൽ വിശ്വസിക്കുന്ന നമ്മൾക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്നും അറിയേണ്ടതിന് ഞാൻ പ്രാർത്ഥിക്കുന്നു. നമുക്ക് വിശ്വസിച്ചാൽ എന്തും സാധിക്കുമെന്ന് അറിയണം. I should know that I have riches in heavenly realms. എനിക്ക് സ്വർഗത്തിൽ നിധികളുണ്ട്, സ്വർഗത്തിൽ നിക്ഷേപമുണ്ട്, വിശുദ്ധന്മാർക്ക് അവകാശങ്ങളുണ്ട്. അത് വിശ്വസിക്കണം. കടന്നു പോകുന്ന സാഹചര്യം ഹാർഡായിരിക്കാം, അവിടെ ബലഹീനമാകുന്ന നോക്ക്, അവിടെ ഒരു മരിച്ചുപോയി എന്ന് പറഞ്ഞ പത്രത്തിൽ കൊടുത്തോ, എല്ലാരെയും അറിയിക്കേണ്ടവരെയൊക്കെ അറിയിച്ചോ, എപ്പോഴാണ് അടക്കം, പാസ്റ്ററോട് പറഞ്ഞോ, അച്ഛനോട് പറഞ്ഞോ, എപ്പോഴവരുടെ സൗകര്യം, എവിടെയാണ് അടക്കുന്നത്, ഇങ്ങനെയുള്ള വാർത്തകളാണ്. കർത്താവിന് പറയാനുള്ളത് അതല്ല, വിശ്വസിക്കുക മാത്രം ചെയ്യുക, അല്ലേ?
കർത്താവ് അത് പറഞ്ഞ് കർത്താവ് ആ വാക്ക് കാര്യമാക്കി. കർത്താവ് അത് കാര്യമാക്കിയില്ലെങ്കിൽ നിങ്ങളും അത് കാര്യമാക്കരുത്. എത്ര വിഷയമായിക്കോട്ടെ, എത്ര ഹാർഡായിക്കോട്ടെ, കർത്താവ് അത് കാര്യമാക്കിയില്ലെങ്കിൽ ഞാനും നിങ്ങളും എന്ത് ചെയ്യരുത്? അത് കാര്യമാക്കരുത്. പ്രൈസ്. ഏത് കാര്യത്തിലും കർത്താവിൽ വിശ്വസിക്കുന്ന ഒരു ദൈവ പൈതലിനെ സംബന്ധിച്ച് ഞാൻ പറയാം, പ്രൈസ്, അവരുടെ ജീവിതത്തിൽ ഇംപോസിബിൾ എന്ന് പറയുന്ന ഒരു വാക്കില്ല. ആ കൊടുങ്കാറ്റടിക്കുമ്പോഴും ആ പടകിൽ നിന്നുകൊണ്ട് യേശു ചോദിച്ച ഒരു കാര്യം, നിങ്ങളുടെ വിശ്വാസം എവിടെ? വേർ ഈസ് യുവർ ഫെയ്ത്ത്? പലപ്പോഴും നമ്മൾ ഒരു വിഷയം വരുമ്പോൾ കർത്താവേ പ്രവർത്തിക്കണേ എന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കാറുണ്ട്. പക്ഷെ കർത്താവ് ആഗ്രഹിക്കുന്ന ഞാൻ അതിന്റെ അകത്ത് എഴുന്നേറ്റ് നിന്ന് എന്റെ വിശ്വാസം കാണിക്കണമെന്ന് കർത്താവ് ആഗ്രഹിക്കുക. ആ കൊടുങ്കാറ്റ്, ശിഷ്യന്മാർ ആ കൊടുങ്കാറ്റിനെ അടക്കുന്നത് കാണാനാണ് കർത്താവ് ആ പടകിൽ വിശ്രമിച്ചത് കേട്ടോ. കാരണം ദൈവവചനത്തെ പറയാ, കർത്താവ് അവൻ ഉറങ്ങായിരുന്നെന്നൊക്കെ എഴുതിയിരിക്കുക. അവൻ ഉറക്കവും ഇല്ല, ഉറക്കം തൂങ്ങത്തും ഇല്ല. പ്ലീസ് നോക്ക്, കർത്താവ് ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുന്ന വ്യക്തി, അങ്ങനെ വേണേ പറയാം. കർത്താവ് ഉറങ്ങുമ്പോഴും കർത്താവ് ഉണർന്നാണ് ഇരിക്കുന്നത്. പ്ലീസ്, ഹി ഈസ് ഓൾവേസ് എവേക്ക്. നോക്ക്, കർത്താവ് ഗുരു അവിടെ എന്ത് ചെയ്യുക? ഉറങ്ങുക. പക്ഷേ ഉറങ്ങുമ്പോൾ കർത്താവ് നോക്കുന്നത്, ഹൃദയ കണ്ണ് തുറന്ന് നോക്കുന്ന ഈ ശിഷ്യന്മാര് അതിനെ അടക്കുന്നത് കാണാൻ നോക്കുക. നിങ്ങളുടെ വിഷയങ്ങൾ നിങ്ങളുടെ കാലിന്റെ അടിയിൽ നിൽക്കണം. നിങ്ങളുടെ വിഷയങ്ങൾ ഇറ്റ് ഷുഡ് ബി അണ്ടർ യുവർ കൺട്രോൾ. കാരണം ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യമുണ്ട്. ഒന്ന്, എന്നെ സ്വർഗീയ സ്ഥലങ്ങളിൽ ഇരുത്തിയിരിക്കുകയാണ്. പ്രൈസ്. 2, അവന്റെ ആത്മാവ് എന്റെ ഉള്ളിൽ വസിക്കുകയാണ്. എവറിത്തിങ് ഈസ് അണ്ടർ മൈ കൺട്രോൾ. എന്റെ അധികാരത്തിന്റെ കീഴിലാണ്. ഞാൻ ഭൂമിയിൽ അനുവദിക്കുന്നത് എന്താണെങ്കിലും അത് സ്വർഗത്തിൽ അനുവദിക്കപ്പെടും. ഐ ബിലീവ് ഇൻ ദോസ് വേർഡ്സ്. അത് ഞാൻ പലപ്പോഴും പറയുന്ന കാര്യമാണ്. നമ്മളെ സൂപ്പിക്കാൻ എഴുതുകയല്ല. വായിക്കുമ്പോൾ ഇതുകൂടി ഇരിക്കട്ടെ, ഒരു വാക്കൂടെ ഇരിക്കട്ടെ, ഒന്നുകൂടി ഒരു ബലം വരട്ടെ എന്ന് പറഞ്ഞ് അങ്ങനെ എഴുതിയതല്ല. ദാറ്റ്സ് എ ട്രൂത്ത്. അതാണ് സത്യം. അതാണ് വിശ്വസിക്കുന്നവർക്ക് വേണ്ടി വ്യാപരിക്കുന്നത്. അതിനെക്കുറിച്ചാണ് പൗലോസ് ഇവിടെ എഴുതിയിരിക്കുന്നത്. വിശ്വസിക്കുന്ന നമുക്ക് വേണ്ടി വ്യാപരിക്കുന്ന അവന്റെ ശക്തിയുടെ അളവറ്റ വലിപ്പം ഇന്നതെന്ന് അറിയണ്ട. എനിക്ക് വേറൊന്നുമില്ല, നിങ്ങൾക്കിതൊന്ന് പിടികിട്ടണം എന്നുള്ള ഒരൊറ്റ പ്രാർത്ഥനയുള്ളൂ. അതായിരുന്നു പോളിന്റെ പ്രാർത്ഥന. ഇതൊന്ന് പിടികിട്ടണം. നിങ്ങൾ ഒരിക്കലും തകരത്തില്ല, നിങ്ങൾ ഒരിക്കലും താന്നു പോകത്തില്ല. അവന്റെ വിളിയാലുള്ള ആശയം എന്നതെന്നും അവകാശത്തിന്റെ മഹിമാധനം എനിക്ക് ഉണ്ടെന്നും ഒന്ന് അറിയണം. പലപ്പോഴും ഈ നമ്മുടെ പഴയ നിയമത്തിൽ ഒരു സംഭവമുണ്ട്. പഴയ നിയമത്തിൽ നമ്മൾ രാജാക്കന്മാരുടെ പുസ്തകത്തിൽ അതിന്റെ 6-ാം അധ്യായം, 2 രാജാക്കന്മാർ അതിന്റെ 6-ൽ എലീശ നോക്ക്, ആരാം രാജാവും ഇസ്രയേലുമായിട്ട് എപ്പോഴും അവര് തമ്മിൽ ഓരയ്ക്കും. അവർക്ക് തമ്മിൽ അത്ര സുഖമല്ല. അവര് തമ്മിൽ ഇടയ്ക്കിടയ്ക്ക് യുദ്ധം ചെയ്യും. അപ്പൊ ഈ ആരാം രാജാവ് ഈ സൈന്യത്തെ അയക്കും. ആരാം രാജാവ് സൈന്യത്തെ അയക്കുമ്പോഴത്തേക്ക് അന്നേരത്തെ ഇസ്രയേല് അതേ സ്ഥലത്ത് തന്നെ എല്ലാ കാര്യങ്ങളും ഡിഫെൻഡ് ചെയ്യും. അപ്പൊ ഈ ആരാം രാജാവിന് ഭയങ്കര ഒരു സംശയം, നമ്മൾ ഇതിന്റെ അകത്ത് ആരാണ്ട് ഒറ്റുകാരുണ്ട് കേട്ടോ, ഇതിന്റെ അകത്ത് ഈ ഒറ്റുന്ന ആരോ ഉണ്ട്, അല്ലെങ്കിൽ എന്റെ കൂട്ടത്തിൽ തന്നെ ആരോ ഒറ്റുകാരുണ്ട്. അപ്പം രാജാവിന് അങ്ങനെ സംശയം ജനിച്ചപ്പോഴത്തേക്ക് രാജാവിന്റെ പടത്തലവൻ ഒരു കാര്യം പറയാ, അത് ഒറ്റുകാരൊന്നും അല്ല, ഇസ്രയേലിൽ ഒരു പ്രവാചകനുണ്ട്, അവന്റെ പേര് എലീശ എന്നാണ്. നിന്റെ ശയനഗ്രഹത്തിൽ നീ സംസാരിക്കുന്ന കാര്യം അവിടെ പ്രവാചകന്റെ ഹൃദയത്തിൽ വെളിപ്പെടും. നോക്ക്, അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം തീരുമാനിച്ചു, ഈ പ്രവാചകനെ അങ്ങ് പിടിച്ച സംഭവം കളം മാറുമല്ലോ, പ്രവാചകനെ അങ്ങ് പിടിച്ചാൽ നമുക്ക് ജയിക്കാമല്ലോ. അങ്ങനെ ആരാം രാജാവ് തീരുമാനിച്ച് ഈ പ്രവാചകനെ പിടിക്കാൻ വരികയാണ്. നമ്മൾ 6-ാം അധ്യായം വായിക്കുമ്പോൾ 2 രാജാക്കന്മാർ 6 വായിച്ചാൽ മതി. ഈ പ്രവാചകനെ അവിടെ പിടിക്കാൻ വരുമ്പോൾ രാവിലെ പ്രവാചക ശിഷ്യൻ ആ വീട്ടിൽ നിന്ന് വെളിയിലോട്ട് ഇറങ്ങുമ്പം നോക്ക്, അവരിയ്ക്കുന്ന സ്ഥലത്തിന് ചുറ്റും മലകൾ മുഴുവൻ സൈന്യത്തെ, ആരാം രാജാവിന്റെ സൈന്യത്തെ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. ഉടനെ പുള്ളി ബഹളം വെച്ച, അയ്യോ എന്നാ ചെയ്യും, അയ്യോ സൈന്യം നമ്മളെ വളഞ്ഞിരിക്കുന്നു എന്ന് പ്രവാചകനോട് പറയുമ്പം പറയുന്ന ഒരു വാക്കുണ്ട്, താൻ വിശ്വസിക്കുന്ന, താൻ സംസാരിക്കുന്നത് നമ്മോട് കൂടെ ഉള്ളവർ അവരോട് കൂടെ ഉള്ളവരെക്കാൾ അധികം. ഇന്ന് ഏതെങ്കിലും വലിയ വിഷയത്തിൽ ഒന്ന് കടന്നു പോകുന്നെങ്കിൽ, ആരും എനിക്കില്ല എന്ന് പറയുന്നെങ്കിൽ, ഒന്ന് നിങ്ങളുടെ വിശ്വാസം ഒന്ന് വിളിച്ചു പറഞ്ഞേ,
പറഞ്ഞേ, എന്നോട് കൂടെ ഉള്ളവൻ, എൻ്റെ ഉള്ളിലിരിക്കുന്നവൻ ഈ ലോകത്തെ ജയിച്ചവനാണ്. നമ്മോട് കൂടെ ഉള്ളവർ അവരോട് കൂടെ ഉള്ളവരെക്കാൾ അധികം. ഐ എം നോട്ട് എലോൺ ഇൻ ദിസ് ബാറ്റിൽ. ഞാൻ ഈ യുദ്ധത്തിൽ തന്നെയല്ല. സൈന്യങ്ങളുടെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്, എൻ്റെ യേശു എൻ്റെ കൂടെയുണ്ട്. എന്നെ ഒരിക്കലും കൈവിടത്തില്ല എന്ന് വാക്ക് പറഞ്ഞ എൻ്റെ കർത്താവ് എൻ്റെ കൂടെയുണ്ട്. ആ ഉറപ്പും ധൈര്യവും ഒന്ന് വരട്ടെ. നോക്ക്, നമ്മോട് കൂടെയുള്ളവർ അവനോട് കൂടെ ഉള്ളവരെക്കാൾ അധികം. എന്നിട്ട് ഒന്ന് പ്രാർത്ഥിച്ചു, കർത്താവെ ഇവന്റെ കണ്ണ്. അപ്പൊ ഈ എലീശയുടെ കണ്ണ് ഓൾറെഡി തുറന്നായിരിക്കുന്നത്. ഇവന്റെ കണ്ണൂടെ ഒന്ന് എന്ത് ചെയ്യണം, ഇവന്റെ കണ്ണൂടെ ഒന്ന് തുറക്കണം. ഇവനും ഇതൊന്ന് കാണട്ടെ, എങ്ങനെയാണ് ദൈവം പ്രൊവൈഡ് ചെയ്യുന്നതെന്ന് ഇവനും ഒന്ന് കാണട്ടെ. അപ്പം ഈ പ്രവാചക ശിഷ്യന്റെ കണ്ണങ്ങോട്ട് തുറന്നപ്പം താൻ കണ്ടത് അഗ്നിമയമായ രഥങ്ങൾ, മല നിറഞ്ഞു നിൽക്കുന്ന. ആരാം രാജാവിന്റെ സൈന്യത്തെ ഒന്നും പിന്നെ കാണാനില്ല. നോക്കുക, അഗ്നിമയമായ രഥങ്ങൾ നിറഞ്ഞു നിൽക്കുന്നതാണ് കാണുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ കണ്ണ് തുറന്നാൽ മതി. സ്റ്റാർട്ട് സ്പീക്കിംഗ് ഫെയ്ത്ത്. നിങ്ങളുടെ വിശ്വാസം തന്നെ വിളിച്ചു കണ്ടിട്ട് ലഭിച്ചിട്ട് പറയാൻ ഭയങ്കര എളുപ്പമല്ലേ. എനിക്കൊരു വീട് കിട്ടി, എനിക്കൊരു കാറ് കിട്ടി, അത് ലഭിച്ചിട്ട് പറയാൻ എളുപ്പം. ചില വിശ്വാസത്തിന് പ്രവൃത്തികളൊക്കെ ചെയ്തേ. ഞങ്ങൾക്ക് ഈ വീട് കിട്ടുന്നതിന് മുമ്പ്, ഞാൻ വീടിന്റെ കാര്യം പറഞ്ഞപ്പോഴാണ് പെട്ടെന്ന് ഉള്ളിലോട്ട് വന്ന്, ഈ വീട് കിട്ടുന്നതിന് മുമ്പ് ഞാൻ ഓർക്കുന്നു, ഷീന ഒരു പ്ലാവും ഒരു അമ്പഴവും ചട്ടിക്കകത്ത് വെച്ചിരിക്കുക. പുതിയ വീട് കിട്ടുമ്പം എന്ത് ചെയ്യാനാ, പ്ലീസ് അവിടെ കൊണ്ടുപോയി നടാൻ. ചിപ്പി ഒരു കീ ചെയിൻ മേടിച്ച് നേരത്തെ വെച്ചിരിക്കുകയാണ് വീടിന്റെ താക്കോലിടാൻ. അപ്പൊ ഇതിന്റെ എല്ലാം പിന്നിൽ ഫെയ്ത്താണ്, വിശ്വാസം. അതാ യേശു ആ തോമസിനോട് കാണാതെ ഇനി കണ്ടിട്ട് വിശ്വസിക്കാൻ എന്നെ പാട്. കണ്ടിട്ട് നമ്മൾ വിശ്വസിക്കുന്ന കാര്യം, അതിന്റെ പേര് ഫെയ്ത്ത് എന്നല്ല, അതിന്റെ പേര് കാഴ്ച എന്നാ. കാണുന്നുണ്ട് മുമ്പിൽ. അതിന് ഇപ്പൊ ഒരു 10 രൂപ വേണം, അതിന് ഞാൻ വിശ്വസിക്കണം. കാരണം എന്റെ ഇവിടെ പേഴ്സിന്റെ അകത്ത് 10 രൂപ ഉണ്ട്, എനിക്ക് വിശ്വസിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒരു 10 മില്യൺ വേണം, അതിനെനിക്ക് വിശ്വസിക്കണം. കാരണം അത് എന്റെ കയ്യിലില്ല. കാണാതെ വിശ്വസിക്കുക. നിങ്ങൾ ലഭിച്ചു എന്ന് വിശ്വസിച്ച് സ്തോത്രം ചെയ്യണം. വിശ്വാസം എന്നതോ കാണാത്ത കാര്യത്തിന്റെ നിശ്ചയമാണ്, കണ്ടിട്ടില്ല. എന്നിട്ട് അടുത്ത വാക്യം അവിടെ എബ്രായർ 11 അതിന്റെ അടുത്ത വാക്യം എനിക്ക്, അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. നോക്ക്, അതിനാലല്ലോ പൂർവന്മാർക്ക്. ആ എബ്രായർ 11 നോക്കുമ്പോൾ വിശ്വാസ വീരന്മാരെ കുറിച്ച് പറയുക. എന്നിട്ട് അവിടെ പ്രാരംഭത്തിൽ തന്നെ എഴുതിയിരിക്കുക, അതിനാലല്ലോ പൂർവന്മാർക്ക് സാക്ഷ്യം ലഭിച്ചത്. ഞാൻ പലപ്പോഴും പറയും, പൂർവന്മാർക്ക് ലഭിച്ചെങ്കിൽ എനിക്കും കിട്ടും. എന്തിനാ അതങ്ങനെ എഴുതിയിരിക്കുന്നത്? അവർക്ക് കിട്ടിയെന്ന് എന്തിനാ എഴുതിയിരിക്കുന്നത്? എനിക്കും കിട്ടുമെന്നുള്ള ഉറപ്പും ധൈര്യവും അവിടെ തരികയാണ് ദൈവവചനം. അങ്ങനെയാണ് അവർക്ക് കിട്ടിയെങ്കിൽ. ഞാൻ അന്ന് അവിടെ എഴുതിയിരിക്കുന്ന ആ പൂർവന്മാരെക്കാളൊക്കെ ശ്രേഷ്ഠന്മാരല്ലേ ഞാനും നിങ്ങളും? അവരെല്ലാം ദൈവത്തിന്റെ ദാസന്മാരായിരുന്നെങ്കിൽ, ഐ എം ദ ചൈൽഡ് ഓഫ് ഗോഡ് ആൻഡ് ഐ ഹാവ് ദ ഇൻഹെറിറ്റൻസ് ഓഫ് ഗോഡ്. ദൈവത്തിന്റെ അവകാശിയും. നോക്ക്, ക്രിസ്തുവിനോട് കൂടെ ഞാൻ കൂട്ടവകാശിയുമാണ്. യേശുവിന് എന്തുണ്ടോ അത് എനിക്ക് ഉണ്ട്. സോ എന്നെ ഒന്നിനും താക്കാൻ സാധിക്കത്തില്ല, എന്നെ പുട്ട് ഡൗൺ ചെയ്യാൻ പറ്റത്തില്ല. യുവർ ഫെയ്ത്ത് ഷുഡ് സ്റ്റാർട്ട് സ്പീക്കിംഗ്. യുവർ ഫെയ്ത്ത് ഷുഡ് സീ ദ അൺസീൻ. കാണാത്തത് നിങ്ങളുടെ വിശ്വാസത്തെ കൊണ്ട് നിങ്ങൾ കാണാൻ തുടങ്ങണം. നോക്ക്, പോൾ പറഞ്ഞതുപോലെ ആ കണ്ണ് ഒന്ന് തുറക്കണം. വിശുദ്ധന്മാരിൽ എനിക്കുള്ള അവകാശത്തിന്റെ മഹിമാധനം അതൊന്ന് കാണാൻ തക്കവണ്ണം ഹൃദയ കണ്ണുകൾ തുറക്കണം. ഈ ഭൂമിയിൽ നടക്കുമ്പം പ്ലീസ് ഒന്നിനും കുറവില്ലാതെ. അത് കൊരിന്ത്യർ ലേഖനത്തിൽ അതിന്റെ 4-ാം അധ്യായത്തിൽ പറയുകയാണ്, കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രയും ഞങ്ങൾ നോക്കിക്കാണുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. നോക്ക് പ്രിയപ്പെട്ടവരെ, ആ വിശ്വാസത്തിൽ ഒന്ന് മുന്നേറിക്കുക, മുറുകെ പിടിച്ച്. പ്ലീസ്, ആ തോമസ് പറഞ്ഞ പോലെ ഞാൻ തൊട്ടിട്ടല്ല, കാണാതെ വിശ്വസിച്ച്. അത് ഇറ്റ് വിൽ കം ടു പാസ്, അത് വരും. കർത്താവ് പറഞ്ഞത് വിശ്വസിച്ച യൈറോസ്, നീ എന്തിനാ ഇത്? ഡോണ്ട് ഗെറ്റ് ട്രബിൾഡ് ഓവർ ദിസ്. നീ അന്നെ എപ്പോഴാ കുഴിച്ചിടുന്ന കാര്യമല്ല ചിന്തിക്കേണ്ടത്. പ്രൈസലോ. നോക്ക്, ഉയർപ്പിനെ കുറിച്ച് ചിന്തിച്ച്, അത്ഭുതത്തെ കുറിച്ച് ചിന്തിച്ച്, ഇമ്പോസിബിൾ പോസിബിൾ ആകുന്നത് ഒന്ന് ചിന്തിച്ചേ. നോക്ക്, ബിലീവ് ഇൻ ദ അൺബിലീവബിൾ. നമുക്ക് ഒരിക്കലും നടക്കത്തില്ല എന്ന് പറഞ്ഞ കാര്യത്തിൽ വിശ്വസിച്ച്, ആൻഡ് യു വിൽ റിസീവ് ദ ഇമ്പോസിബിൾ. നീ പ്രാർത്ഥിക്കാൻ പോകുകയാണ്. ഇന്ന് വിശ്വാസത്തിന്റെ ഒരു ആത്മാവ് ഓരോ ദൈവമക്കളിലും പകരപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഒരു അഭിഷേകത്തിന്റെ പുതിയ ശക്തി വീഴട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇന്നലെ മിറ്റത്ത് കൺവെൻഷനായിരുന്നു. ഇറ്റ് വാസ് സോ എക്സൈറ്റിംഗ്. നിറച്ച ആളായിരുന്നു. കർത്താവ് വൻ കാര്യങ്ങളെ ചെയ്തു. ഇന്ന് വൈകിട്ട് വീണ്ടും ഈ വീടിന്റെ മിറ്റത്ത് കൺവെൻഷനുണ്ട്.
ഇന്ന് ബിനോയ് ബ്രദർ ആയിരിക്കും ശുശ്രൂഷിക്കുന്നത്. പ്രാർത്ഥനയോടെ നിങ്ങളെ ഈ ചുറ്റുപാടും ഒക്കെ ആണെങ്കിൽ നിങ്ങളെ എല്ലാവരെയും ഞങ്ങൾ സ്വാഗതം ചെയ്യും. ഇന്നലെ ഒത്തിരി പുതിയ ആൾക്കാരുണ്ടായിരുന്നു. സോ ഇറ്റ് വാസ് സോ എക്സൈറ്റിംഗ്. ഓരോ സമയവും കർത്താവിന്റെ സന്നിധിയിൽ നിൽക്കുമ്പം ഇന്നലെ അനേകരെ കർത്താവ് സൗഖ്യമാക്കി. നോക്ക്, ഇറ്റ്സ് സോ എക്സൈറ്റിംഗ്. ഒരു വിടുതൽ കാണുമ്പം ഈ അസാധാരണമായ ധൈര്യം വരിക. എന്നാണെന്നറിയോ? ഈശോടെ ഉണ്ട്. നമുക്കാർക്കും വിടുവിക്കാനോ ഒരാളെ സൗഖ്യമാക്കാനോ ഒന്നുമുള്ള കഴിവ് നമുക്കാർക്കും ഇല്ലല്ലോ. ഒരു സൗഖ്യം കാണുമ്പോൾ, ഒരു അത്ഭുതം നടക്കുമ്പോൾ, ഒരു ജീവിതം സ്പർശിക്കപ്പെടുമ്പോൾ നമ്മുടെ ധൈര്യം എന്നാ? യേശു ഇവിടെ ഉണ്ട് അല്ലേ? അവന്റെ കരമായി. ഹിസ് ഹാൻഡ് ഇസ് ഇൻവിസിബിൾ. പക്ഷെ അവന്റെ കരമായി എല്ലാം പ്രവർത്തിക്കുന്നത്. ആ വലിയ ധൈര്യം. ഇന്ന് രാത്രിയും ആ മീറ്റിങ്ങിനെ ഓർത്ത് പ്രാർത്ഥിക്കും. നിങ്ങൾ ദൂരത്താണെങ്കിൽ ആ മീറ്റിങ്ങിനെ ഓർത്ത് നിങ്ങൾ പ്രാർത്ഥിക്കണം. ഇന്ന് രാത്രിയിലും ലൈവ് ഉണ്ട്. ഇന്നലത്തെ ലൈവ് ഉണ്ട് കേട്ടോ. ലൈവ് ഉണ്ട്, ഫേസ്ബുക്കിൽ കിടപ്പുണ്ട്. സോ കം, വരണം, കം. അടുത്തൊക്കെ ആണെങ്കിൽ കടന്നു പോവാം. നമുക്ക് ഒന്നിച്ച് കർത്താവിനെ ആരാധിക്കാം. ഇന്ന് രാവിലെ പ്രാർത്ഥിക്കാൻ പോവുക. ഇന്ന് രാവിലെ ആരുടെയൊക്കെയോ വിശ്വാസത്തെ എന്റെ കർത്താവ് പണിയാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങളെ കൂടുതൽ ബലപ്പെടുത്താൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. പുതുശക്തി നിങ്ങളിൽ പകരാൻ കർത്താവ് ആഗ്രഹിക്കുകയാണ്. ഏത് വിഷയമാണേലും അതിനകത്ത് കടന്നങ്ങ് വിശ്വസിച്ചോ. ആൻഡ് യു വിൽ സീ ദ ഇംപോസിബിൾ ബിക്കമിങ് പോസിബിൾ. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ കർത്താവെ ഈ പ്രഭാതത്തിൽ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്ന് കേട്ട വചനത്തിന് മുമ്പിൽ ഞങ്ങളെ തന്നെ ഒന്ന് താഴ്ത്തി സമർപ്പിക്കുന്നു. എവിടെയെങ്കിലും ഞങ്ങളുടെ ഉള്ളിൽ അവിശ്വാസം, അൺബിലീഫ് എവിടെയെങ്കിലും കടന്ന് കയറിയിട്ടുണ്ടെങ്കിൽ യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അതിനെ പുറത്താക്കുകയാണ്. എല്ലാ അവിശ്വാസത്തിന്റെ ആത്മാവിനെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ ശാസിക്കുകയാണ്. യേശുവിന്റെ നാമത്തിൽ കർത്താവ് പറഞ്ഞ ആ വാക്ക്, കാണാതെ വിശ്വസിക്കുന്നവർ ഭാഗ്യവാന്മാർ. യേശുവിന്റെ നാമത്തിൽ കർത്താവെ, ഞങ്ങൾ ലഭിച്ചിട്ടല്ല, ഞങ്ങൾ സംസാരിച്ചു തുടങ്ങും. ഇപ്പോൾ ഞങ്ങൾ വിളിച്ചു പറയും. കർത്താവെ, വിളിച്ചു പറയുമ്പോഴും സംസാരിച്ചു തുടങ്ങുമ്പോഴും ഞങ്ങളുടെ ഏറ്റവും വലിയ ധൈര്യം അത് ഞങ്ങൾ കാണുമെന്നുള്ളതാണ്. യേശുവിൻ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കുന്നു. എന്തിനു വേണ്ടിയാണോ അവർ ആഗ്രഹിക്കുന്നത്, എന്തിനു വേണ്ടിയാണോ അവർ വെയിറ്റ് ചെയ്യുന്നത്, എന്തിനു വേണ്ടിയാണോ അവർ കാത്തിരിക്കുന്നത്, അതിന്റെ മേൽ എന്റെ കർത്താവിന്റെ അത്ഭുതകരം ഇന്ന് തന്നെ നീട്ടുന്നതിനായി സ്തോത്രം. കർത്താവെ, കടന്ന് വിശ്വസിക്കാൻ, വന്നു ചേർന്നിട്ട് വിശ്വസിക്കല്ല, ഇപ്പോൾ വിശ്വസിക്കുമ്പോൾ അത് വന്നു ചേരുന്നത് അവരുടെ കണ്ണുകൊണ്ട് അവർ കാണട്ടെ. യേശുവിന്റെ നാമത്തിൽ എല്ലാ വീടുകളെയും അനുഗ്രഹിക്കുന്നു, കുടുംബജീവിതങ്ങളെ അനുഗ്രഹിക്കുന്നു, സമ്പത്തിനെ അനുഗ്രഹിക്കുന്നു, ആരോഗ്യത്തെ അനുഗ്രഹിക്കുന്നു, ആത്മീയ ജീവിതത്തെ ഞാൻ അനുഗ്രഹിക്കുക. ഗിവ് ദം മോർ ഫെയ്ത്ത്. ആ ശിഷ്യന്മാർ പറഞ്ഞതുപോലെ ഞങ്ങളുടെ വിശ്വാസം കർത്താവെ വർദ്ധിപ്പിച്ചു തരണമേ. ഇൻക്രീസ് അവർ ഫെയ്ത്ത് ലെവൽ. സാഹചര്യങ്ങളുടെ മേൽ റെയിൻ ചെയ്യാൻ, അതിന്റെ മേൽ കാലുകുത്തി നിൽക്കാൻ കർത്താവ് ഓരോ പ്രിയപ്പെട്ടവരെയും സഹായിക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ധാരാളമായി ദൈവകൃപ വരട്ടെ. അത്ഭുതമാക്കുന്നതിനായി സ്തോത്രം. തലമുറകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ആരുടെയോ ഒരു ഇന്റർവ്യൂവിന് വേണ്ടി പോകുന്ന ഒരു വ്യക്തി ഈ പ്രഭാതത്തിൽ എന്നെ കേൾക്കുന്നുണ്ട്. നോക്ക്, നിങ്ങൾ ഇന്റർവ്യൂവിനല്ല പോകുന്നത്. നിങ്ങൾ പോന്ന് വിശ്വസിച്ച് അപ്പോയിന്റ്മെന്റ് ഓർഡർ റിസീവ് ചെയ്യാനാണ് നിങ്ങൾ പോകുന്നത്. അതിന്റെ പേരാ ഫെയ്ത്ത്. ഞാൻ ഇന്റർവ്യൂവിനല്ല പോകുന്നത്. അവിടെ പോയി ഞാൻ പെർഫോം ചെയ്യാനല്ല പോകുന്നത്. ഐ എം ഗോയിങ് ടു റിസീവ് മൈ അപ്പോയിന്റ്മെന്റ് ഓർഡർ. യേശുവിന്റെ നാമത്തിൽ അത് കണ്ടുകൊണ്ട് ആരുടെയോ ജീവിതത്തിൽ കർത്താവ് ഒരു ജോലി റിലീസ് ചെയ്യുന്നത് ഞാൻ ആത്മാവിൽ കാണുകയാണ്. ദ ലോർഡ് ഈസ് ടച്ചിങ് യു. യേശുവിന്റെ നാമത്തിൽ അത്ഭുതകരമായ വിടുതൽ സംഭവിക്കട്ടെ. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവിന്റെ കരം നീട്ടുന്നതിനായി സ്തോത്രം. ബന്ധനങ്ങളെല്ലാം അഴിയട്ടെ. യേശുവിന്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അത്ഭുതമാക്കുന്നതിനായി നന്ദി. വഴികൾ തുറക്കുന്നതിനായി സ്തോത്രം. അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിറയ്ക്കണമേ അപ്പ, അവിടുന്ന് തൊടണമേ കർത്താവേ. വഴികൾ തുറക്കുന്നതിനായി സ്തോത്രം. താങ്ക് യു ജീസസ്. വീടുകൾ അനുഗ്രഹിക്കപ്പെടട്ടെ. എല്ലാ നന്മകൾ കൊണ്ടും കർത്താവ് നിറയ്ക്കുന്നതിനായി സ്തോത്രം. പ്രാർത്ഥന കേട്ടതോർത്ത് നന്ദി. യേശുക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സോ കർത്താവ് നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ബിലീവ് ഇൻ ദ അൺബിലീവബിൾ. ഒരിക്കലും നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല എന്ന് പറയുന്ന കാര്യത്തിൽ വിശ്വസിച്ചോ. ആൻഡ് യു വിൽ റിസീവ് ദ ഇംപോസിബിൾ. നടക്കത്തില്ല എന്ന് വിചാരിച്ച് നടക്കുന്നത്, അത് ഈസി ആയിട്ട് നിങ്ങളുടെ കൈക്കകത്തോട്ട് വന്ന് ചേരുന്നത് നിങ്ങൾ കാണും. വിശ്വാസം എന്ന് പറയുന്നത് നോക്ക്, അതിന്റെ ശക്തിയുടെ വലിപ്പമൊന്നും പറയാൻ പറ്റത്തില്ല. വിശ്വാസം എന്ന് പറയുന്നത് ഇറ്റ്സ് ഫ്രം ഗോഡ്. ദൈവം ദാനമായി തന്നിരിക്കുന്ന വിശ്വാസം. ഇത് ഗിഫ്റ്റ് ഓഫ് ഗോഡാണ് വിശ്വാസം. ഏതിലും കടന്നു വിശ്വസിച്ചോ. എ ബിലീവർ ഇസ് എ റിസീവർ. നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടോ? നിങ്ങൾക്ക് കിട്ടും. അത് വന്നു ചേരും. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയത്തിന് മറുപടി അയക്കുമല്ല, ഓൾറെഡി മറുപടി അയച്ചു കഴിഞ്ഞു. ഗോഡ് ഹാസ് ഓൾറെഡി ഡെലിവേർഡ് യു ആൻഡ് യു ഹാവ് ബീൻ സീറ്റഡ് ഇൻ ഹെവൻലി റെലംസ് വിത്ത് ക്രൈസ്റ്റ് ജീസസ്.
അത് ആ ഉറപ്പോടെ വേണം ഈ ഭൂമിയിൽ നടക്കാൻ. ഈ ഭൂമിയെ തങ്കൂറാർ ഇടയ്ക്ക് പറയും, ഈ ഭൂമിയിൽ ഇരിക്കുമ്പം സ്വർഗത്തിൽ ഇരുന്നുകൊണ്ട് വേണം ഈ ഭൂമിയെ തൊടാൻ. പ്രീസ്, ഞാൻ അവിടെയായിരിക്കുന്നത്, ഞാൻ ഇവിടെയല്ല. ഞാൻ ഓൾറെഡി അവനോട് കൂടെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗതലത്തിൽ ഇരിക്കുകയാണ്. പിന്നെ അവിടെ വല്ലതിനും കുറവുണ്ടോ? ഒന്നിനും കുറവില്ല. അങ്ങനെയാണെങ്കിൽ അങ്ങനെ ഈ ഭൂമി നടന്നു. You will lack nothing in your life. Just believe. Just believe. God bless you. Have a wonderful day and God bless you and share the video also. Let it be a blessing to many people. കർത്താവ് ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. See you tomorrow. കർത്താവിന്റെ വരവ് താമസിക്കുന്നെങ്കിൽ നാളെ കാണാം. ഇന്ന് വൈകിട്ട് മിറ്റത്ത് കൺവെൻഷൻ ഇവിടെയുണ്ട്. പ്രാർത്ഥിക്കണം. ഇന്നലെ ഇറ്റ് വാസ് എമേസിംഗ്, അനുഗ്രഹിക്കപ്പെട്ട. ഇന്ന് കർത്താവിന്റെ ദാസൻ അമേരിക്കയിൽ നിന്ന് ഉള്ള ബിനോയ് ബ്രദറാ നമ്മുടെ മധ്യത്തിൽ ശുശ്രൂഷിക്കുന്നത്. ഐ എം സോ മച്ച് എക്സൈറ്റഡ്. കർത്താവ് നമ്മുടെ മധ്യത്തിൽ കൊണ്ടുവന്ന് ക്യാൻസർ വന്ന് ഇനിയും ജീവിച്ചിരിക്കത്തില്ല എന്ന് പറഞ്ഞ ആ സഹോദരനെ കർത്താവ് എത്ര അത്ഭുതകരമായിട്ടാണ് സൗഖ്യം. ഒരിക്കൽ നോക്ക്, ഒരു TV വ്യൂവേഴ്സ് മീറ്റിംഗ് നടക്കുമ്പോഴാണ് ഈ സഹോദരന്റെ ടെസ്റ്റിമണി ഞാൻ ആദ്യം കേൾക്കുന്നത്. ആ സഹോദരൻ ഇങ്ങനെയാ പറഞ്ഞത്, ബ്രദറെ ഞാനിങ്ങനെ അവിടെ മീറ്റിങ്ങിനൊക്കെ വരുന്നുണ്ടായിരുന്നു. എന്നിട്ട് ഞാൻ ആദ്യമായിട്ട് ബിനോയ് ബ്രദറിനെ പരിചയപ്പെടുക. ഹി വാസ് കമ്മിങ് ഫോർ അവർ മീറ്റിംഗ്. നമ്മുടെ മീറ്റിങ്ങിലൊക്കെ വരുന്നുണ്ടായിരുന്നു, പക്ഷെ കണ്ടിട്ടില്ല, പരിചയപ്പെട്ടിട്ടില്ല. അപ്പം പറയാ, ഞാൻ എൻ്റെ ഇതുപോലെയായിരുന്നു, എൻ്റെ ഹെൽത്തിന്റെ സിറ്റുവേഷൻ ഇതുപോലെയായിരുന്നു, എൻ്റെ ശരീരം അങ്ങ് ക്ഷീണിച്ച് 40 കിലോ വരെ ആയി. 80 കിലോയോളം ഉണ്ടായിരുന്ന ശരീരം 40 കിലോ ആയി. ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യാൻസറാന്ന് പറഞ്ഞു, ലങ് ക്യാൻസറാന്ന് പറഞ്ഞു. ഡോക്ടർമാർ ഇനി ഒന്നും ചെയ്യാനില്ല, മുഴുവൻ സ്പ്രെഡായി എന്ന് ഡോക്ടർമാർ പറഞ്ഞു. അങ്ങനെ ഇരിക്കുകയാണ് ഞാൻ ഈ തോമസ് ഊട്ടുകാരൻ്റെ TV പ്രോഗ്രാം കണ്ട് നിത്യതയെക്കുറിച്ച് കേട്ടപ്പം എനിക്ക് ആ നിത്യത കിട്ടുമോ അങ്ങനെ ആഗ്രഹിച്ചാണ് സ്വർഗവിരുന്നിന്റെ ഒരു പന്തലിൽ വന്നത്. പിന്നെ എനിക്ക് കോട്ടയം വരെ യാത്ര ചെയ്യാൻ ഉള്ള ആരോഗ്യമില്ലായിരുന്നു. അതുകൊണ്ട് ഞാൻ കോഴഞ്ചേരിയിൽ മീറ്റിങ്ങിന് വരാൻ തുടങ്ങി. ചില ഹൗസ് മീറ്റിങ്ങിനൊക്കെ ഞാൻ പങ്കെടുത്തു. എന്നാൽ അന്ന് മുതൽ എൻ്റെ ശരീരം നന്നാകാൻ തുടങ്ങി, പുതുബലം എൻ്റെ ശരീരത്തിന്റെ മേൽ വരാൻ തുടങ്ങി. ഞാൻ ഒരു 10-15 കിലോയോളം വെയിറ്റ് പിന്നെ റീഗെയിൻ ചെയ്തു. അപ്പൊ ഞാൻ പറഞ്ഞു, ബ്രദറെ ഇത് സൗഖ്യമാ, പോയി ടെസ്റ്റ് ചെയ്തിട്ടുണ്ടോ? പോയി ടെസ്റ്റ് ചെയ്യണം, വീണ്ടും പോയി ടെസ്റ്റ് ചെയ്യണം. നിങ്ങൾക്കറിയോ, വീണ്ടും പോയി ടെസ്റ്റ് ചെയ്തപ്പം ഇനിയും അധികം ദിവസങ്ങളില്ല ജീവിക്കാൻ എന്ന് നോക്ക്. ബിനോയ് ബ്രദർ പറയുന്ന തന്റെ വാക്കുകളിൽ തന്നെ പറയും, എന്റെ കേസുകളൊക്കെ ഞാൻ ബാക്കി വക്കീലുമാർ, ഈസ് ആൻ അഡ്വക്കേറ്റ്, ആ കേസുകളെല്ലാം വേറെ വക്കീലുമാരെ ഏൽപ്പിച്ചു. കാരണം മരിക്കാൻ പോവല്ലേ, ഇനിയും രക്ഷയില്ല. RCC പറഞ്ഞിരിക്കുക ഇനിയും രക്ഷയില്ല എന്ന് പറഞ്ഞിരിക്കുകയാണ്. അവസാനം വീണ്ടും ചെക്ക് ചെയ്യാൻ വേണ്ടി ലീഗ് ഷോറിൽ ഡോക്ടർ ഗംഗാധരന്റെ അടുത്ത് ചെല്ലുമ്പം മെഡിക്കൽ റിപ്പോർട്ട്സ് എല്ലാം ആദ്യം കൊടുത്തു. ഗംഗാധരൻ നോക്കിയിട്ട് പറഞ്ഞു, ഈ പേഷ്യന്റ് ഉണ്ടെങ്കിൽ ഇങ്ങനെ കൊണ്ടുവരാൻ പറഞ്ഞു. ഉടനെ ബിനോയ് പറഞ്ഞു, ഞാൻ ആ പേഷ്യന്റ്, ഞാനാണ് ഈ പേഷ്യന്റ്. നിങ്ങളാണോ ഈ റിപ്പോർട്ടിന്റെ പേഷ്യന്റ്? ഒരിക്കലും ഒരു സാധ്യതയുമില്ല. നിങ്ങളാണെങ്കിൽ ഇപ്പൊ എല്ലും തോലുമായിട്ട് എവിടെയെങ്കിലും കിടക്കണ്ട, ഒരു ആംബുലൻസിൽ മാത്രമേ ഈ റിപ്പോർട്ടിലുള്ള പേഷ്യന്റിന് ട്രാവൽ ചെയ്യാൻ പറ്റത്തുള്ളൂ. നോക്ക്, വീണ്ടും ടെസ്റ്റ് ചെയ്തപ്പോൾ ക്യാൻസറിന്റെ ഒരു ട്രേസ് പോലും. ഞാൻ ഓർക്കുക, കർത്താവ് എത്ര വലിയവൻ. ആ കർത്താവിൽ വിശ്വസിക്കുന്നവർക്ക് ലഭിക്കാത്ത ഒന്നുമില്ല പ്രിയപ്പെട്ടവരെ. So God bless you. Have a wonderful day. God bless. ബിനോയ് പ്രാർത്ഥിക്കണം. നിങ്ങൾക്ക് വരാൻ പറ്റുന്നവർ വരണം, അല്ലാത്തവർ പ്രാർത്ഥിക്കണം. കർത്താവ് വലിയ കാര്യങ്ങൾ ചെയ്യട്ടെ. God bless you.